ഹലോ, നമ്മളിന്ന് നോക്കുന്നത് +2 ബിസിനസ് സ്റ്റഡീസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ്റെ മീനിങ്ങിനെ പറ്റി നോക്കാം. കമ്മ്യൂണിക്കേഷൻ ഈസ് എ പ്രോസസ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ്, ന്യൂസ്, ഫാക്ട്, ഫീലിംഗ്സ് ബിറ്റ്വീൻ 2 or more people to create common understanding. ഐഡിയാസ്, ന്യൂസ്, ഫാക്ട്, ഫീലിംഗ്സ് തുടങ്ങി എന്തൊരു കാര്യത്തിൻ്റെയും എക്സ്ചേഞ്ചിനെ കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്നു. ബിറ്റ്വീൻ 2 or more people, രണ്ടോ അതിലധികമോ ആളുകൾ ചേർന്ന് ടു ക്രിയേറ്റ് കോമൺ അണ്ടർസ്റ്റാൻഡിങ്, രണ്ടുപേർക്കും പൊതുവായി ഒരു കാര്യത്തെപ്പറ്റി മനസ്സിലാക്കാൻ വേണ്ടി നടത്തുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷന് മെയിനായിട്ട് 8 എലമെൻറ്റ്സ് ആണുള്ളത്. ഒന്നാമത്തേതാണ് സെൻഡർ. The person who conveys the message is known as sender or communicator. ഒരു കാര്യം, ഒരു മെസ്സേജ് ചെയ്യാൻ വേണ്ടി മുൻകൈ എടുക്കുന്ന ആളെ അഥവാ മെസ്സേജ് സെൻഡ് ചെയ്യുന്ന ആളെ വിളിക്കുന്ന പേരാണ് സെൻഡർ അഥവാ കമ്മ്യൂണിക്കേറ്റർ. രണ്ടാമത്തേതാണ് മെസ്സേജ്. ദി സബ്ജക്റ്റ് മാറ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ അയക്കുന്ന സബ്ജക്റ്റിനെ വിളിക്കുന്ന പേരാണ് മെസ്സേജ്. എൻകോഡിംഗ്. ദ സെൻഡർ ട്രാൻസ്ലേറ്റ് ദി മെസ്സേജ് ഇൻ ടു വേർഡ്സ്, സിംബൽസ്. സെൻഡർ അയക്കുന്ന മെസ്സേജിനെ വേർഡ്സായിട്ടോ സിമ്പിളായിട്ടോ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എൻകോഡിംഗ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ്, ചാനൽ ഓർ മീഡിയം. ദി എൻകോഡഡ് മെസ്സേജ് ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ സം മീഡിയം. ഏതെങ്കിലും ഒരു മീഡിയം വഴിയായിരിക്കും ഒരു സെൻഡർ റിസീവറിലേക്ക് മെസ്സേജ് എത്തിക്കുന്നത്. ഇതിനെ വിളിക്കുന്ന പേരാണ് മീഡിയം. നെക്സ്റ്റ്, ഡീകോഡിംഗ്. ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദി മെസ്സേജ് ബൈ ദി റിസീവർ. സെൻഡർ അയക്കുന്ന മെസ്സേജിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡീകോഡിംഗ്. റിസീവർ, ദി പേഴ്സൺ ഹൂ റിസീവ് ദി മെസ്സേജ്. മെസ്സേജ് സ്വീകരിക്കുന്ന ആളെ വിളിക്കുന്ന പേരാണ് റിസീവർ. നെക്സ്റ്റ്, ഫീഡ്ബാക്ക്. ദി റിസീവർ സെൻഡ് ഹിസ് റെസ്പോൺസ് ടു ദി സെൻഡർ ഓഫ് ദി മെസ്സേജ്. സെൻഡർ റിസീവറിന് അയക്കുന്ന മെസ്സേജിന് കൊടുക്കുന്ന റെസ്പോൺസിനെ വിളിക്കുന്ന പേരാണ് ഫീഡ്ബാക്ക്. ലാസ്റ്റ് വണ്ണാണ് നോയിസ്. ഇറ്റ് മീൻസ് സം ഹിൻഡ്രൻസ് ടു കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ വരുന്ന ഹിൻഡ്രൻസിനെ അഥവാ തടസ്സങ്ങളെ വിളിക്കുന്ന പേരാണ് നോയിസ്. 8 എലമെൻറ്റ്സ് ആണ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ മെയിനായിട്ട് വരുന്നത്. അടുത്ത ടോപ്പിക്കാണ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. Formal communication flows through official channels designed in the organization chart. This communication takes place between superior and subordinate and superior, or same employees or managers. ഓർഗനൈസേഷൻ ചാർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അഥവാ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഫോം ഓഫ് കമ്മ്യൂണിക്കേഷനെ വിളിക്കുന്നതാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. സുപ്പീരിയർ സബോർഡിനേറ്റ് കമ്മ്യൂണിക്കേഷൻ, സബോർഡിനേറ്റ് ടു സുപ്പീരിയർ കമ്മ്യൂണിക്കേഷൻ, എംപ്ലോയീസ് ഓർ മാനേജേഴ്സ് അവർക്കിടയിലുള്ള കമ്മ്യൂണിക്കേഷൻ, ഇതെല്ലാം ഫോർമൽ കമ്മ്യൂണിക്കേഷനാണ്. ഇതിനെപ്പോഴും ഒരു ഫോർമൽ ചാനലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഫോർമൽ കമ്മ്യൂണിക്കേഷനെ അഗൈൻ ക്ലാസിഫൈഡ് ഇൻറ്റു 2: വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ. വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ ഇറ്റ്സ് അപ്വേർഡ് ഓർ ഡൗൺവേർഡ്. അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ സബോർഡിനേറ്റിൽ നിന്നും സുപ്പീരിയറിലേക്കും, ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ സുപ്പീരിയറിൽ നിന്നും സബോർഡിനേറ്റിലേക്കുമായിരിക്കും. ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ ഇറ്റ് ടേക്ക് പ്ലേസ് ഫ്രം വൺ ഡിവിഷൻ ടു അനദർ. ഒരു ഡിവിഷനിൽ നിന്നോ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നോ അടുത്ത ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള കമ്മ്യൂണിക്കേഷനെയാണ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുക. അടുത്തതാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് റെഫേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ വിച്ച് ടേക്ക് പ്ലേസ് ഔട്ട്സൈഡ് ദി ഒഫീഷ്യൽ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷനാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. അവിടെ ഒരു തരത്തിലുള്ള ഒഫീഷ്യൽ മാറ്റേഴ്സും പരസ്പരം ഷെയർ ചെയ്യാറില്ല. ഇറ്റ് ഇൻവോൾവ് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ഐഡിയാസ് ത്രൂ ഒഫീഷ്യൽ ഇൻട്രാക്ഷൻ എമംഗ് മെമ്പേഴ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. The network of informal communication is called grapevine communication. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ. അടുത്തത് ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഓൺ ദി ബേസിസ് ഓഫ് ചാനൽ, ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ജനറലി റിട്ടൺ, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ജനറലി ഓറൽ. എഴുതി തയ്യാറാക്കുന്ന ഫോമിലുള്ളതാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ പറയുന്ന രീതിയിലുള്ളതാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. റിലേഷൻഷിപ്പ് എമംഗ് മെമ്പേഴ്സ്.
ഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കും. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ ഇൻ്റർപേഴ്സണൽ കോൺട്രാക്റ്റ് ആയിരിക്കും. ഓൺ ദി ബേസിസ് ഓഫ് നേച്ചർ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഈ സിസ്റ്റമാറ്റിക് ആൻഡ് ഓർഡർലി, ഒരു ഓർഡർ അഥവാ സിസ്റ്റം ബേസ് ചെയ്യുന്നതായിരിക്കും ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. അൺസിസ്റ്റമാറ്റിക് ആയിരിക്കും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഓൺ ദി ബേസിസ് ഓഫ് സ്പീഡ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ കൂടുതൽ ടൈം കൺസ്യൂമിംഗ് ആണ്. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ടൈം സേവിങ് ആണ്. മെസ്സേജ് വെൽ പ്ലാൻഡ് ആയിട്ടും ഒഫീഷ്യലായിട്ടുള്ള മെസ്സേജസ് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. അൺഒഫീഷ്യലായിട്ടുള്ള മെസ്സേജസ് എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ വെരി ഹൈലി റിലയബിൾ ആയിരിക്കും. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ അൺറിലയബിൾ ആയിരിക്കും. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെ ഒബ്ജക്റ്റീവ് ഓർഗനൈസേഷണൽ ഗോൾസ് അച്ചീവ് ചെയ്യുക എന്നുള്ളതും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെ ഒബ്ജക്റ്റീവ് പേഴ്സണൽ നീഡ്സ് ആൻഡ് ഇൻട്രസ്റ്റ് മീറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെ ഒബ്ജക്റ്റീവ്. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ബാരിയേഴ്സ് ടു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. നല്ലൊരു കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ബാരിയേഴ്സ്, തടസ്സങ്ങൾ അഥവാ ഹിൻഡ്രൻസ്. മെയിനായിട്ട് 4 ബാരിയേഴ്സാണ് വരുന്നത്. സെമാൻറ്റിക് ബാരിയർ, സൈക്കോളജിക്കൽ ബാരിയർ, ഓർഗനൈസേഷണൽ ബാരിയർ ആൻഡ് പേഴ്സണൽ ബാരിയർ. സെമാൻറ്റിക് ബാരിയർ ഈസ് കൺസേൺ വിത്ത് മീനിങ് ഓഫ് വേർഡ്സ് ആൻഡ് സിമ്പിൾസ്. നമ്മൾ പറയുന്ന കാര്യങ്ങളും അയക്കുന്ന സിമ്പിൾസുമായിട്ട് ഒരിക്കലും കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ മെസ്സേജ് റിസീവർക്ക് ശരിയായ രീതിയിൽ കിട്ടണമെന്നില്ല. അങ്ങനെ വരുന്ന ബാരിയേഴ്സാണ് ബാഡ്ലി എക്സ്പ്രസ്ഡ് മെസ്സേജസ്, അൺക്ലാരിഫൈഡ് അസംഷൻസ്, ഫോൾട്ടി ട്രാൻസ്ലേഷൻ, സിമ്പിൾസ് വിത്ത് ഡിഫറെൻറ്റ് മീനിങ്സ്, റോങ്ലി ഇൻ്റർപ്രറ്റഡ് ബോഡി ലാംഗ്വേജസ്. ഇതൊക്കെയാണ് മെയിനായിട്ട് സെമാൻറ്റിക് ബാരിയറിൽ വരുന്നത്. വേർഡ്സും സിമ്പിൾസും തമ്മിൽ ഒരു തരത്തിലും കണക്ട് ചെയ്യാൻ പറ്റാതിരിക്കുന്ന തടസ്സങ്ങളാണ് സെമാൻറ്റിക് ബാരിയറിൽ വരുന്നത്. അടുത്തതാണ് സൈക്കോളജിക്കൽ ബാരിയേഴ്സ്. സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഓഫ് ബോത്ത് ദ സെൻഡർ ആൻഡ് റിസീവർ അഫക്റ്റ് ദി പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. സെൻഡറിൻ്റെയും റിസീവറുടെയും സ്റ്റേറ്റ് ഓഫ് മൈൻഡിലുണ്ടാകുന്ന ബാരിയേഴ്സ്: ലാക്ക് ഓഫ് അറ്റൻഷൻ, പുവർ റിറ്റൻഷൻ, ഡിസ്ട്രസ്റ്റ്. ഇത് 3 സൈക്കോളജിക്കൽ ബാരിയറിൽ വരുന്നത്. അടുത്തതാണ് ഓർഗനൈസേഷണൽ ബാരിയേഴ്സ്. ഒരു ഓർഗനൈസേഷൻ്റെ അകത്തുണ്ടാകുന്ന നല്ല കമ്മ്യൂണിക്കേഷനിൽ വരുന്ന തടസ്സങ്ങൾ: കോംപ്ലെക്സ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ, റൂൾസ് ആൻഡ് റെഗുലേഷൻ, സ്റ്റാറ്റസ്, ഓർഗനൈസേഷണൽ ഫെസിലിറ്റീസ്. 4th പേഴ്സണൽ ബാരിയർ. ഒരാൾക്ക് പേഴ്സണലായി ഉണ്ടാകുന്ന മറ്റൊരാളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന തടസ്സങ്ങൾ: ഫിയർ ഓഫ് ചാലഞ്ച് ഓഫ് അതോറിറ്റി, ലാക്ക് ഓഫ് വില്ലിങ്നെസ് ടു കമ്മ്യൂണിക്കേഷൻ, lack of confidence in subordinates and lack of adequate incentives. ഇതാണ് കമ്മ്യൂണിക്കേഷനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്. ഓക്കെ, താങ്ക് യു.